കണ്ടിട്ട് പറയൂ. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ഷോ ആണ് കാണുന്നത്. നമ്മൾ ഡബിങ് കണ്ടിട്ടേ ഉള്ളൂ. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. 2 മണിക്കൂർ 2.5 മണിക്കൂർ ഇരുന്ന് ചിരിക്കുക നന്നായിട്ട്. കുറച്ച് സെന്റിമെന്റ്സും ഉണ്ട്, ഇമോഷൻസും ഉണ്ട്, എല്ലാം വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. എല്ലാവരും ഇതിൽ ഏറ്റവും അധികം ഞാൻ പറയുന്നത് ആൽബിയുടെ ക്യാമറ വർക്കാണ്. നന്നായി ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം എന്താ പറയാ, പ്രേക്ഷകർ വേണം പറയാൻ. എല്ലാവർക്കും ഹാപ്പി ഓണം, ഓണാശംസകൾ. താങ്ക് യു. നിങ്ങളൊന്നിലും ഉണ്ടായിരുന്നില്ലേ? വന്നിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നായിരുന്നു ഒരു കാര്യം, ഈ ഓണം ബാഡ് ബോയ്സിന്റെ കൂടെ ആയിരിക്കും എന്നുള്ളത് പറഞ്ഞു. ഓണം നോക്കി ഒരു ഫുൾ ഓൺ എന്റർടൈൻമെന്റ് ആണ്. പാട്ട്, ഡാൻസ്, ഫൈറ്റ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പാക്കേജ് ഓണത്തിന് പറ്റിയ. സെൽഫി എടുത്തു എപ്പോഴും തിരിച്ചുവരാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുന്നല്ലോ. അതെ, രണ്ടുപേരും ഉണ്ട്. ഇപ്പൊ ഇവിടെ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാല്, ഇവിടെ ബാഡ് ബോയ്സ് അപ്പുറത്ത് ഗാങ്സ്റ്റേഴ്സ് സുകുമാരക്കുറിപ്പ്. അപ്പൊ ഓണക്കാലത്ത് നമ്മള് ഏതൊരു കലാകാരന്റെ ആഗ്രഹമാണ് സ്ക്രീനിൽ വരിക എന്നുള്ളത്. അത് 2 സിനിമയില് ഭാഗമായിട്ട് വരുന്നു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. രണ്ടിനും നല്ല അഭിപ്രായമാണ്. നല്ലൊരു എല്ലാവരും തിയേറ്ററിൽ പോയിട്ട്, അതായത് ഈ ഓണത്തിന് പറ്റിയ പാക്കേജ് ബാഡ് ബോയ്സ് എന്നൊരു യാതൊരു സംശയമില്ല. അപ്പൊ അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, തിയേറ്റർ ഫസ്റ്റ് എനിക്ക് ഇതിൽ ഏറ്റവും വലിയൊരു ഹാപ്പി എന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ടാണ് അതായത് യൂത്തിനെയും അല്ലെങ്കിൽ ഫാമിലിയും കൂടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇങ്ങനെ ഒരു പടം ചെയ്യണം. അപ്പോ ഫാമിലിക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കോൾസ് വന്നു തുടങ്ങി. അതിൽ ഭയങ്കര സന്തോഷം. കുട്ടികളൊക്കെ നല്ല ചിരിയുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അപ്പൊ ഞാൻ അൾട്ടിമേറ്റ് ഞാൻ ഒമർ ഫൺ എന്നുള്ള ടാഗ് വർക്കൗട്ടായി. അതിന്റെ കൂടെ ഇടിയും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കര റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കും. അതായത് എല്ലാവർക്കും ഒന്ന് ഹാപ്പി. റഹ്മാൻ സാറിന്റെ തലമുറ, ശങ്കർ സാറിന്റെ തലമുറ, ബാബുവാനിയുടെ തലമുറ, പുതിയ ധ്യാൻ ശ്രീനിവാസന്റെ തലമുറ. അപ്പൊ ഓൾ ജൻ ആയിട്ടുള്ള ഒരു സിനിമ ഓണത്തിന് തന്നെയാണ്. ഓണം തൂക്കി 1980 മുതൽ ഇന്ന് വരെയുള്ള എല്ലാവരും 2024 വരെയുള്ള എല്ലാവരും ഉണ്ട്. അപ്പൊ ഓണത്തിന് ഒരു പുതിയ തലമുറയും പഴയ തലമുറയും എല്ലാം വെച്ച് ഒരു നൊസ്റ്റാൾജിക് സിനിമയായിട്ട് ഇത് മാറട്ടെ എന്ന് നമ്മുടെ റിവ്യൂ ആൾക്കാരുടെ ഇടയിൽ നിന്നുള്ള ആൾക്കാർക്ക് ചാൻസ് കൊടുത്തിട്ടുണ്ട് മേജർ. അപ്പൊ ഇത് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ നിന്ന് ആൾക്കാർ എപ്പോഴും എങ്ങനെയാണ് ചാൻസ് കൊടുക്കാനുള്ള ധൈര്യം എങ്ങനെയാണ് വരുന്നത്? അല്ല, ഇവര് പെർഫോം ചെയ്യുക മാത്രമല്ല, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ആളുകൾ വരുമ്പോൾ ചിലപ്പോൾ ഇത് നമ്മുടെ പടത്തിന് ട്രോളായിട്ടും വരാം. അത് നമ്മൾ എടുക്കുന്ന ഒരു റിസ്ക് ആണ്. പക്ഷെ ഇതില് എല്ലാം വർക്ക്ഔട്ടായി. അതിൽ ഭയങ്കര സന്തോഷം. ഇതിൽ റിസ്ക് ഉണ്ട്, നമുക്ക് ടെൻഷനും ഉണ്ട്. അതാണല്ലോ ഫിലിം. ഈ ചെറിയ സ്ക്രീൻ, വലിയ സ്ക്രീനിലില്ല. ഈ സ്ക്രീനിലുള്ളവരും സ്റ്റാർസ് ആണ്. എല്ലാവരും സ്റ്റാർസ് ആണ്. അതാണ് ഈ സിനിമയിലൂടെ കാണിക്കുന്നത്.